വെൽക്കം ടു എഡ്യൂഫിക്സ് അക്കാദമി ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 11ാമത്തെ യൂണിറ്റ് ആണ്. തേർഡ് ബ്ലോക്കിലെ 11ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊജക്ട് ഫിനാൻസിങ് എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്. പ്രൊജക്ട് ഫിനാൻസിങ് നമ്മൾ 10th യൂണിറ്റ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഫിനാൻസിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തിയറി പേപ്പർ ആണ്. തിയറി പേപ്പർ ആണെങ്കിൽ കൂടി ഇതിൽ ഒരുപാട് ടേബിൾസ്, അതുപോലെ തന്നെ ഒരുപാട് ചാർട്ടുകള്, അത്തരത്തിൽ ഒരുപാട് എലമെന്റുകൾ വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ടെക്സ്റ്റ് ബുക്കത്തെ ആണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് റെഫർ ചെയ്യണം. ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ വെറും തിയറി ഭാഗങ്ങൾ മാത്രമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എവിടെയാണോ നിങ്ങൾക്ക് ചാർട്ട് വരുന്നത് അല്ലെങ്കിൽ ടേബിൾ വരുന്നത് അത് റെഫർ ചെയ്യാനുള്ള ഡയറക്ഷൻ, അത് റെഫർ ചെയ്യേണ്ടത് എവിടേക്കാണ് എന്നുള്ളത് ഞാൻ നോട്ട്സിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട്സും അതോടൊപ്പം തന്നെ നിങ്ങളുടെ PDF വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് എന്താണ് പ്രൊജക്ട് ഫിനാൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. പ്രൊജക്ട് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ മെഗാ പ്രൊജക്ട്സുകളുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എലമെന്റുകൾ, അതായത് വലിയ വലിയ പ്രൊജക്ട്സുകൾ, പവേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, റോഡ്, റെയിൽവേ, തീം പാർക്ക്, എയർ ബസ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള മെഗാ പ്രൊജക്ട്സുകളുടെ ഫണ്ട് റൈസ് ചെയ്യുന്ന, ലോൺസ് വഴിയൊക്കെ ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്ട് ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ട് ക്യാഷ് ഫ്ലോ സ്ട്രെങ്ത് നോക്കിയിട്ടാണ്. അതായത് സ്പോൺസറുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോട്ടറുടെ, ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോട്ടറുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രൊജക്ട് ക്യാഷ് ഫ്ലോ വരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്, പ്രൊജക്ട് ഫിനാൻസിന്റെ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഹൈ ആയിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിന്റെ മാനേജ്മെന്റ് ഡിസിപ്ലിൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏജൻസി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 60% to 95% വരെയൊക്കെയാണ് ഇതിന്റെ ഒരു ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു 60% മുതൽ 95% ഒക്കെയാണ് ഇതിന്റെ ടോട്ടൽ റേഞ്ച് ആയിട്ട് വരുന്നത്. നമ്മുടെ പ്രൊജക്ട് ഫിനാൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് SPV ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊങ്കൺ റെയിൽവേ പ്രൊജക്ട്സ്, നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് കൊങ്കൺ റെയിൽവേ പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഇത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. കമ്പനീസ് ആക്ട് 1956 പ്രകാരം നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് എന്ത്, കൊങ്കൺ റെയിൽവേ പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഇത് നൈഡ ടോൾ ബ്രിഡ്ജ്, അതുപോലെ തന്നെ നൈഡ ടോൾ ബ്രിഡ്ജ് കമ്പനി ലിമിറ്റഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നൈഡ ടോൾ ബ്രിഡ്ജിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നൈഡ ടോൾ ബ്രിഡ്ജ് കമ്പനി ലിമിറ്റഡ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഓരോ പ്രൊജക്റ്റുകളും വരുന്നത്. ഓരോ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഓരോ എലമെന്റ്സും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ പ്രൊജക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്ട് അസറ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് SPV, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസും ലെൻഡേഴ്സും തമ്മിൽ, അല്ലെങ്കിൽ സ്പോൺസേഴ്സ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലയേഴ്സ്, അല്ലെങ്കിൽ ഓഫ് ടേക്ക് പാർട്ടീസ്, ഗവൺമെന്റ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയറിംഗ്സ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ് മുതലായിട്ടുള്ള വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു അഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് പ്രൊജക്ട് അഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. SPV, അതുപോലെ തന്നെ ലെൻഡേഴ്സും സ്പോൺസേഴ്സ്, റോ മെറ്റീരിയൽ സപ്ലൈസ്, ടേക്ക് ഓഫ് പാർട്ടീസ്, ഗവൺമെന്റ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോൺട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ തമ്മിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് കോൺട്രാക്ട് നമ്മൾ ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു കോൺട്രാക്റ്റൽ ബിൽഡിംഗ് ആണ്. ഇതിന്റെ ടേം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റൽ ബിൽഡിംഗ് ആണ്. ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. മെർജ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്വിസിഷൻ ഡീൽ ചെയ്യുമ്പോഴൊക്കെ, മെർജ്, അക്വിസിഷൻ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഇതിന്റെയൊക്കെ പ്രൊജക്ട് കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിലാണെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ ബിൽഡിംഗ് ഫോം, ഒരു കോൺട്രാക്ട്
റിസ്ക് ബണ്ടിലിംഗ് അല്ലെങ്കിൽ റിസ്ക് ഷെയറിംഗ് എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരുടെ മിറ്റിഗേഷൻസും തമ്മിലാണ് നടക്കുന്നത്. ഈ കേസിൽ പ്രൊജക്ട് ഫിനാൻസിന്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിന്റെ ഒരു കോമൺ വിസ്ഡം എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. അതായത് നമ്മുടെ ഹൈ എക്സ്പെക്റ്റഡ് റിട്ടേൺ അനുസരിച്ച് തന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും, ഹൈ റിസ്ക് ഉണ്ടായിരിക്കും. വളരെ റിസ്കോട് കൂടിയിട്ടാണ് ഈ കൺസെപ്റ്റ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ഏർണർ പവർ പ്രൊജക്ട്സിന്റെ ഇന്ത്യൻ ഏർണർ പവർ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് റിട്ടേൺ ദാറ്റ് കോസ്റ്റ് ഹൈ റിസ്ക് തന്നെയാണ്. ഹൈ റിസ്ക് റിട്ടേൺ വേണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, അവിടെ ഹൈ റിസ്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഒരിക്കലും സ്പോൺസേഴ്സ് എന്ത് ചെയ്യില്ല, ഹൈ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യില്ല. അവരെപ്പോഴും നമ്മുടെ റിസ്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു സ്ട്രക്ചറിങ് ഡീലാണ് ഇവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. ഒരു പ്രൊജക്ട് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ കോൺട്രാക്ടറും സ്പോൺസേഴ്സും ഓപ്പറേറ്റേഴ്സും കൂടിയിട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു സ്പോൺസേഴ്സ് ഒരു ഓപ്പറേറ്റർ കൂടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രൊജക്ട് കമ്പനിയാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. പ്രൊജക്ട് കമ്പനിയിൽ ഓഫ് ടേക്ക് പാർട്ടീസ് ഉണ്ടായിരിക്കും, സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഓഫ് ടേക്സ് പാർട്ടീസും സപ്ലയേഴ്സും ഓഫ് ടൈപ്പ് പാർട്ടീസും സപ്ലയേഴ്സും ഉണ്ടായിരിക്കും. ദെൻ ഇവരെന്ത് ചെയ്യാണ്, നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ ലെൻഡേഴ്സിനെ വെച്ചിട്ടാണ് ഓരോ പ്രൊജക്ട്സുകളും എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പ്രൊജക്ട് ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഫിനിറ്റ് ആണ്. അതായത് നോഡിയ ടോൾ ബ്രിഡ്ജ് പ്രൊജക്ട്സിന്റെ കൺസെഷൻ പീരീഡ് എന്ന് പറയുന്നത് സ്പോൺസേഴ്സ് ടു ഗവൺമെന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 20 years ആണ്. ഈ 20 വർഷത്തിൽ സ്പോൺസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കൺസെഷൻ എൻഡ് ഓഫ് ദി കൺസെഷൻ പീരീഡിൽ ആയിട്ടാണ് എന്ത് ചെയ്തത്, പ്രൊജക്ട് അസറ്റ്സുകളൊക്കെ അവർ എന്ത് ചെയ്തത്, നോയിഡ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ബാക്ക് ചെയ്തത്. ഇനി ഒരു ന്യൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ചെയ്യുന്ന 2 ഡിക്കാഡ്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു പ്രൊജക്ട് ഫിനാൻസിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇത്രയാണ് പ്രൊജക്ട് ഫിനാൻസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക് റിക്വയർമെന്റ്സ് ഫോർ പ്രൊജക്ട് ഫിനാൻസിങ് ആണ്. പ്രൊജക്ട് ഫിനാൻസിംഗ് വരുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊജക്ട് ഫിനാൻസിങ് മാനേജ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ പ്രൊജക്ട് ഫിനാൻസിങ് എന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രൊജക്ട് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള പ്രൊജക്ട് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഓപ്പറേറ്റിംഗ് ഡാറ്റയോ ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കില്ല. ഒരു പ്രൊജക്ട് ഫിനാൻസിങ്ങിന് ഒരു രീതിയിലുള്ള പ്രൊജക്ട് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പാസ്റ്റ് ഓപ്പറേറ്റിംഗ് ഡാറ്റകളോ ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കില്ല. ഇതിന്റെ ക്രെഡിറ്റ് വർത്ത്നെസ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. പ്രൊജക്ട് പ്രോഫിറ്റബിലിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡയറക്ട് ക്രെഡിറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്പോൺസേഴ്സിനെ, ലെൻഡേഴ്സിനെ, EPCയെ, അതുപോലെ തന്നെ O&M കോൺട്രാക്ടേഴ്സിനെ, റോ മെറ്റീരിയൽ സപ്ലയേഴ്സിനെ, ഓഫ് ടേക്ക് പാർട്ടീസ്, ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള പാർട്ടീസിനെ, ഇത്രയും പാർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മുടെ പ്രൊജക്ടിന്റെ ക്രെഡിറ്റ് വർത്ത്നെസ് ഇരിക്കുക. ഒരിക്കലും ഒരു പാസ്റ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടല്ല നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് വർത്ത്നെസ് അല്ലെങ്കിൽ ഓരോ പ്രൊജക്ട്സിന്റെയും ക്രെഡിറ്റ് വർത്ത്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡയറക്ട് ക്രെഡിറ്റ് സപ്പോർട്ടിനെ അനുസരിച്ചിട്ടായിരിക്കും. ഇൻഡയറക്ട് ക്രെഡിറ്റ് സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സ്പോൺസേഴ്സോ, ലെൻഡേഴ്സോ, EPCയോ അല്ലെങ്കിൽ OM കോൺട്രാക്ടേഴ്സോ, റോ മെറ്റീരിയൽ സപ്ലയേഴ്സോ, ഓഫ് ടേക്ക് പാർട്ടീസോ, ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് വർത്ത്നെസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ലെൻഡേഴ്സ് വളരെ കൺഫേംഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സ്പോൺസേഴ്സിന്റെ ഗ്യാരണ്ടികൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീഷൻ ചെയ്യുന്നത്. സ്പോൺസേഴ്സ് എപ്പോഴും ലെൻഡേഴ്സിനെ അഷ്യൂർ ചെയ്യുന്ന അവരുടെ പ്രൊജക്ട്സിനെ നല്ല രീതിയിൽ അഷ്യൂർ ചെയ്യുകയും ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം അല്ലെങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് കോസ്റ്റ് ഫ്രെയിമിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് ഡസ് നോട്ട് ഹാപ്പൻ എന്ന് പറയുകയാണെങ്കിൽ ലെൻഡേഴ്സിന്റെ റിസോഴ്സുകൾ അല്ലെങ്കിൽ സ്പോൺസേഴ്സിന്റെ ബാലൻസ് ഷീറ്റും അവരുടെ ക്ലെയിംസും റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നാണ്
പറയുന്നത്. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിലാണ്. ഒരു പ്രൊജക്റ്റിന്റെ കംപ്ലീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിലും അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് ഫ്രെയിംവർക്കിലുമാണ്. ലെൻഡേഴ്സിന് ഒരു രീതിയിലുള്ള ക്ലെയിംസും സ്പോൺസേഴ്സ് ബാലൻസ് ഷീറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ക്ലെയിംസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് പ്രൊജക്ട് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ പ്രൊജക്ട് അസറ്റ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. ലെൻഡേഴ്സ് ആണ് നമുക്കൊരു ലിമിറ്റഡ് റിസോഴ്സ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ പീരീഡില്, പ്രൊജക്റ്റിന്റെ കൺസ്ട്രക്ഷൻ പീരീഡില് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന്റെ നോൺ റിസോഴ്സസ് ഫിനാൻസിന്റെ സമയത്തൊക്കെ ഒരു സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് ലെൻഡേഴ്സ് ആണ് ലിമിറ്റഡ് റിസോഴ്സ് ഫിനാൻസ് റിലേഷനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ എലമെന്റുകളാണ് നമ്മൾ പറയുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി, എക്കണോമിക് വയബിലിറ്റി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു എക്കണോമിക് വയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ലെൻഡേഴ്സിന് അവരുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്രൊജക്റ്റ് പ്രൂവൻ ചെയ്യാൻ പറ്റണം. അതായത് ടെക്നോളജി പ്രൂവൻ ചെയ്യുകയും വളരെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് എന്ന് തെളിയിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷന് ഡിസൈർഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷന്റെ ഓപ്പറേറ്റിംഗ് കാപ്പബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുകയും വേണം. ലെൻഡേഴ്സിന് എപ്പോഴും സ്വയം എന്ത് ചെയ്യണം, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊജക്റ്റ് പ്രൂവ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയതും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കാപ്പബിൾ ആണ് എന്നും തെളിയിക്കണം. ഈ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നീഡ് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആണ്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫേംസ് തുടങ്ങിയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്കണോമിക് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ലെൻഡേഴ്സ് അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എക്കണോമിക് വയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പറേഷൻസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിൽ നമ്മുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ ഓഫ് സർവീസുകൾ നമ്മുടെ ഡെപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് റിക്വയർ റേറ്റ്സ് ഓഫ് റിട്ടേൺ വഴി സ്പോൺസേഴ്സ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, എക്കണോമിക് വയബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു ലോങ് ടേം ഡിമാൻഡ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സ് ഔട്ട്പുട്ട് അതുപോലെ തന്നെ ഓഫ് ടേക്ക് എഗ്രിമെന്റ്സ്, കസ്റ്റമേഴ്സ് ഓഫ് ടേക്ക് എഗ്രിമെന്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ മസ്റ്റ് ആണ്. അതായത് എക്കണോമിക് വയബിലിറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്കലി നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മുടെ പ്രവർത്തനം എന്തായി പോകണമെന്നില്ല, നല്ല രീതിയിൽ ആപ്റ്റ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഡിസൈർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രൊജക്റ്റിന്റെ സൈക്കിൾ അല്ലെങ്കിൽ പ്രൊജക്ട്സ് അവൈലബിൾ ആവണമെങ്കിൽ എന്ത് വേണം, ഇത്തരത്തിലുള്ള ഒരു റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു SPV പ്രൊജക്റ്റിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ അഗ്രിമെന്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇൻപുട്ട് റിസ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നത്. പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ റിസോഴ്സ് ആയിട്ടാണ്. അതായത് ഓയിൽ ഗ്യാസ് പ്രൊജക്ട്സ്, അതുപോലെ തന്നെ വാല്യൂ റിസർവ്, അതുപോലെ തന്നെ അലുമിനിയം പ്രൊജക്ട്സ്, പ്രൊജക്ട് SPV തുടങ്ങിയിട്ടുള്ള അഗ്രിമെന്റ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ റിസോഴ്സിന്റെ ഒരു ലൈഫ് ഓഫ് ദി പ്രൊജക്ട്സ് എന്ത് ചെയ്യുന്നത്, ഓവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട പ്രൊജക്ട്സ് എന്താണോ അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കൃത്യസമയത്ത് എത്തുക അല്ലെങ്കിൽ കൃത്യസമയത്ത് എല്ലാ റിസോഴ്സുകളും കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കോമ്പിറ്റന്റ് മാനേജ്മെന്റ്. പ്രൊജക്റ്റിന്റെ എൻറ്റിറ്റി എന്ന് പറയുന്നതിന് എപ്പോഴും എന്ത് വേണം, ഒരു കോമ്പിറ്റന്റ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രൊജക്ട് എക്സിക്യൂഷനും പ്രൊജക്ട് സക്സസ്ഫുൾ ആയിട്ട് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു കോമ്പിറ്റന്റ് മാനേജ്മെന്റ് വേണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എന്നാൽ പ്രൊജക്ട് SPVയിൽ എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഗ്രിമെന്റ് വഴിയാണ്, എഞ്ചിനീയറിംഗ് ഫേംസിന്റെ ഒരു അഗ്രിമെന്റ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോങ്കോങ് ഡിസ്നി ലാൻഡ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാനേജ്മെന്റ് ഫീ അഗെയിൻസ്റ്റ് ഡിസ്റ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പൊ എപ്പോഴും മാനേജ്മെന്റ് എന്തായിരിക്കണം, വളരെ കോമ്പിറ്റന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിന്റെ റിക്വയർമെന്റ്സിന്റെ ഭാഗമായിട്ട് പറയുന്നത്. കോമ്പിറ്റന്റ് മാനേജ്മെന്റ്, എക്കണോമിക് വയബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് തുടങ്ങിയിട്ടുള്ള 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ
പ്രൊജക്ട് ഫിനാൻസിങ്ങിന്റെ റിക്വയർമെന്റ്സിന്റെ ഭാഗങ്ങളായിട്ട് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ആപ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ പ്രൊജക്ട് ഫിനാൻസിങ്. ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ പ്രൊജക്ട് ഫിനാൻസിങ്. പ്രൊജക്ട് ഫിനാൻസിങ്ങിലെ ഐഡിയൽ കാൻഡിഡേറ്റ്സ് 3 രീതിയിലെ ഐഡിയൽ കാൻഡിഡേറ്റ്സ് ആണ് ഫോർ പ്രൊജക്ട് ഫിനാൻസിങ് എന്ന് വേണ്ടി വരുന്നത്. പ്രൊജക്ട് ഫിനാൻസിന് വേണ്ടി വരുന്ന 3 ഐഡിയൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ capable of being operated as independent economic unit in a company form of organization. ഒരു ഇൻഡിപെൻഡന്റ് എക്കണോമിക് യൂണിറ്റ്, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഒരു ഇൻഡിപെൻഡന്റ് എക്കണോമിക് യൂണിറ്റ് നമ്മുടെ ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ ഓപ്പറേഷൻ കാപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. Then could be successfully completed without any uncertainty. ഒരു അൺസർട്ടനിറ്റിയും ഇല്ലാതെ കൃത്യമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഓരോ പ്രൊജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. Then positive NPV project to the sponsors. പോസിറ്റീവ് NPV സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് പോസിറ്റീവ് NPV പ്രൊജക്ട്സുകൾ ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് എന്തായിട്ട് പറയുന്നത്, നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിങ്ങിന്റെ ഐഡിയൽ കാൻഡിഡേറ്റ്സിന്റെ കൺസെപ്റ്റുകളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ₹1,400 കോർ കൊങ്കൺ റെയിൽവേ പ്രൊജക്ട്, കൺസ്ട്രക്ഷൻ ഓഫ് 768 kilometers long railway line between Roha and Maharashtra to Mangalore. എന്താ പറയുന്നത്, 1400 കോടി രൂപയാണ് കൊങ്കൺ റെയിൽവേ പ്രൊജക്ട്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. 768 കിലോമീറ്ററോളം ലോങ് റെയിൽവേ ആണ് റോഹയിലും മഹാരാഷ്ട്ര ടു ബാംഗ്ലൂരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഭാഗമായിട്ട്, ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. The next one ആണ് 408.2 crore ഡൽഹി നോയിഡ റോഡ് ബ്രിഡ്ജ്. ഡൽഹി നോയിഡ റോഡ് ബ്രിഡ്ജിന് വേണ്ടിയിട്ട് 408.2 കോടി രൂപയാണ് നമ്മൾ പ്രൊജക്ടിന്റെ ഫിനാൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. Then 13 billion Airbus A380 projects of Airbus, world largest commercial jet. നമ്മുടെ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ജെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എയർബസ് A380 പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ 13 ബില്യൺ റുപ്പീസ് ആണ്, $13 billion ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. Then $2.4 billion for oil field development Petrogata projects in വെനിസ്ലിയ. വെനിസ്ലിയയെ ഓയിൽ ഫീൽഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് $2.4 billion ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. Then മൊസൽ പ്രൊജക്ട്സ്, മൊസംബിക് അലുമിനിയം സ്പ്ലറ്ററിന് വേണ്ടിയിട്ട് $1.4 billion ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. Then $4 billion ചാഡ് കാമറോൺ പെട്രോളിയം ഡെവലപ്മെന്റ് ആൻഡ് പൈപ്പ്ലൈൻ പ്രൊജക്ട്സ്. കാമറോൺ പെട്രോളിയം ഡെവലപ്മെന്റ് ആൻഡ് പൈപ്പ്ലൈൻ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് $4 billion ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. Then $2 billion petrochemical plant in Kuwait known as petrochemical projects. നമ്മുടെ കുവൈറ്റിലുള്ള പെട്രോകെമിക്കൽ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് $2 billion ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. Then finally 934 million പൊലാൻസ് A2 മോട്ടോർവേ സ്ട്രക്ചറിങ്ങിനാണ് പ്രൊജക്ട് ഫിനാൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ്, നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. then ഒരു ഫേമിന്റെ പ്രൊജക്ട്സ് എപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കോസ്റ്റില് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഒരു പ്രൊജക്ട് ഫേമിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് ഷെഡ്യൂൾഡ് കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡിൽ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും. പ്രൊജക്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വേരിയസ് ഫോംസിലുണ്ട്. പ്രൊജക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് വേരിയസ് ഫോംസിൽ ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഒന്ന് എക്സംപ്ലിഫൈഡ് ബൈ ഫങ്ഷണൽ, മാട്രിക് ഓർ ടാസ്ക് ഫോഴ്സ്. ഇങ്ങനെ 2 രീതിയിലാണ് മെയിൻ ആയിട്ടും എന്ത് വരുന്നത്, നമ്മുടെ പ്രൊജക്ട്
സ്ട്രക്ചേഴ്സ് വരുന്നത്. ഇതിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫേമിന്റെ നീഡിനനുസരിച്ചിട്ടാണ്. ഇതിലൊരു ക്ലാസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ട് പ്രിവൈലിംഗിന്റെ ഫണ്ടമെന്റാലിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. ഫങ്ഷണൽ ഓർ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. ഇതിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ പൈററ്റ് ഷേപ്പിൽ വരുന്ന സാറ്റിസ്ഫൈഡ് മാനേജ്മെന്റ് ലെവലിൽ വരുന്ന ഒരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ടൈപ്പ് ഓഫ് ഒന്നാണ് എന്ത് ഫങ്ഷണൽ ഓർ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സബോർഡിനേറ്റിനെയും ഡിസ്റ്റിങ് ഹൊറിസോണ്ടൽ ടയേഴ്സിനെ മാനേജ്മെന്റ് ലെവൽ സബോർഡിനേറ്റ് ബൈ ഡിസ്ട്രിക്ട് ഹൊറിസോണ്ടൽ ടയേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ വർക്ക് ആക്ടിവിറ്റീസ് നമ്മൾ ഫങ്ഷണലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലിസ്റ്റ് എന്നും ഡിസിപ്ലിൻസ് എന്നും. ഇതിന്റെ വർക്ക്സ് ആക്ടിവിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലിസ്റ്റ് എന്നും ഡിസിപ്ലിൻസ് എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളിത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടാസ്ക് ഫോഴ്സ് ഓർഗനൈസേഷൻസ്. ടാസ്ക് ഫോഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്ട്രക്ചർ ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമ്മുടെ പ്രൊജക്ട് ടീംസ് ലാർജ്ലി പൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ ലാർജ്ലി റിപ്പീറ്റ്ലി മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പ്രൊജക്ട് മാനേജ്മെന്റും നമ്മുടെ പ്രൊജക്ട് എഫേർട്ടിനെ ഡയറക്ട്ലി പൂൾ ചെയ്യുന്ന ഒന്നാണ് എന്ത് ടാസ്ക് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാട്രിക്സ് ഓർ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ആണ്. മാട്രിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ എയിം ചെയ്തിട്ട് ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വീക്ക്നെസ് മിനിമൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ആണ് എന്ത് നമ്മുടെ മാട്രിക്സ് ഓർ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മുടെ മൊബിലിറ്റി എക്സിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിലുള്ള കോംപ്ലക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രൊജക്ട്സുകൾ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുകയും ഇതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലെ നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊജക്ടൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയാറുണ്ട്. അതായത് കംപ്ലീറ്റ് പ്രൊജക്ട്സും കംപ്ലീറ്റ് ചെയ്തതിന് നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊജക്റ്റഡ് ഓർഗനൈസേഷൻ എന്നും പാർഷ്യലി പ്രൊജക്റ്റഡ് ഓർഗനൈസേഷൻ അതായത് പാർഷ്യലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷന്റെ പാർഷ്യലി പ്രൊജക്റ്റഡ് ഓർഗനൈസേഷൻസ് എന്നാണ് പറയാറുള്ളത്. ഓർഗനൈസേഷൻസ് പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ടീം വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓരോ ഫേമിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൊജക്ട് ടീംസിന്റെ ഒരു സ്റ്റാറ്റിക് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഈ ടീം എന്ന് പറയുന്നത് അലൈൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോഹസീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ളതായിരിക്കും. ലൈൻ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. അത് നമ്മൾ ജനറലി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഫേംസിന്റെ വേവ്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ സെട്രോ ടൈപ്പ് ആൻഡ് കണ്ടിന്യൂസ് ബേസിലാണ് എന്നാണ് പറയുന്നത്. ഈ 3 ടൈപ്പ് ഓഫ് സ്യൂട്ടബിൾ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊജക്ട്സുകളാണുള്ളത്. ഇപ്പോൾ നമ്മൾ 3 പ്രൊജക്ട്സിനെ പറ്റി പറഞ്ഞു. ഒന്ന് ഫങ്ഷണൽ ആൻഡ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷന്റെ, ഒന്ന് ടാസ്ക് ഫോഴ്സ് ഓർഗനൈസേഷന്റെ, ഒന്ന് മാട്രിക്സ് ആൻഡ് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷന്റെ. ഈ 3 ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൊജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് റാഷണൽ ഫോർ പ്രൊജക്ട് ഫിനാൻസിങ്. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട്സിന്റെ ഇഷ്യൂസ് ബിഫോർ ഇറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇഷ്യൂസ് ബിഫോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. Should the project be taken on firm's balance sheet or has a separate strategic business unit be having a separate legal entity? ഓരോ പ്രൊജക്ട്സിനും അല്ലെങ്കിൽ ഓരോ പ്രൊജക്ട്സും ടേക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ബാലൻസ് ഷീറ്റ്സിനെ അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്ട്രാറ്റജിക് ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കുമോ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് പ്രൊജക്ട്സിന്റെ ഫേംസിന്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. ദെൻ വാട്ട് ഷുഡ് ബി ദ ഡെപ്റ്റ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് എന്താണ് ബാലൻസ് ഷീറ്റിലുള്ള ഒരു ഡെപ്റ്റ് എന്നതാണ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം. ദെൻ
ഹൗ ഷുഡ് ദ ലോൺ അഗ്രിമെന്റ് ബി സ്ട്രക്ചേർഡ്? എങ്ങനെയാണ് നമ്മുടെ ലോൺ അഗ്രിമെന്റ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്? ഷുഡ് ദ ലെൻഡേഴ്സ് ഹാവ് ഫുൾ റിസോഴ്സസ് ഓർ നോൺ റിസോഴ്സസ് ടു ദ സ്പോൺസേഴ്സ് ബാലൻസ് ഷീറ്റ് ഓർ ദെയർ ക്ലെയിംസ്? ലെൻഡേഴ്സിന് ഇതിന്റെ ഫുൾ റിസോഴ്സസ് അല്ലെങ്കിൽ നോൺ റിസോഴ്സിന്റെ സ്പോൺസേഴ്സ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ അതിന്റെ ക്ലെയിംസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ റേഷണൽ ഫോർ പ്രൊജക്ട് ഫിനാൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ബിഫോർ ദ ഇഷ്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. Then how should the loan argued is structured? Should the lenders have full resources or non-resources the sponsors balance sheet or their claims? ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി എന്താണ് SPVയുടെ നീഡ്സ്? എന്താണ് SPVs കൺസെപ്റ്റിന്റെ നീഡ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കമ്പനിക്ക് മൾട്ടിപ്പിൾ പ്രൊജക്ട്സുകൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഇതിന്റെയൊക്കെ സ്പോൺസേഴ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കമ്പനീനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. ഒരുപാട് കേസസിൽ കമ്പനീസിന്റെ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓണർഷിപ്പ് മാനേജ്മെന്റിൽ നിന്നും ഓണർഷിപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയുടെ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഇതിന്റെ എബിലിറ്റി ഓഫ് സ്പോൺസർ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് ദി ഓപ്പറേഷൻ ആണ്. ഇതിന്റെ കമ്പനി നല്ല രീതിയിൽ ഇതിനെ എഫക്ട് ചെയ്യുകയും ഇതിന്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെന്റ് ആണ് വരുന്നത്. ഇതിന്റെ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം സെയിൽസ് അല്ലെങ്കിൽ മാക്സിമം അസെറ്റ്സ് ത്രൂ അൺറിലേറ്റഡ് ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടാണ്. അതായത് ഫ്രീ ക്യാഷ് ഫ്ലോ യൂസ് ചെയ്യുക മാക്സിമം സെയിൽസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അൺറിലേറ്റഡ് ഡിവേഴ്സിഫിക്കേഷൻസ് അസെറ്റ്സ് ത്രൂ വഴി നടക്കുക. ഇത് നെസസറി ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് ഹൈ സാലറീസ് അല്ലെങ്കിൽ പ്രിക്വിസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഡിസിപ്ലിൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഓർഗനൈസേഷണൽ എൻറ്റിറ്റി വഴി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് SPV eyes into an agreement with the sponsors to pay and free cash flow to equity and as dividend. നമ്മുടെ മാനേജ്മെന്റിന്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ഓർഗനൈസേഷണൽ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിനെ SPVയിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അഗ്രിമെന്റ്സിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസേഴ്സിന് ഫ്രീ ക്യാഷ് ഫ്ലോ ഇക്വിറ്റിയും ഡിവിഡൻഡും ഒക്കെ വഴി പേ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഹൈ സാലറീസും പ്രിക്വിസിറ്റ്സ് ആണ് മെയിൻ ആയിട്ടും ഇതിന്റെ കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത്. ഈ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പ്രൊജക്ട്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഫിനിറ്റ് ആണ്. SPV വഴി എന്താണ്? ഫിനിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. SPV കേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രൊജക്ട്സിന്റെ ലൈഫ് അല്ലെങ്കിൽ കൺസെഷൻ പീരീഡിന്റെ എൻഡിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കോർപ്പറേറ്റ് ഫിനാൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അസംഷൻസ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആണ്. ഈ എൻറ്റിറ്റിന്റെ നെസസിറ്റി എന്ന് പറയുന്നത് നോട്ട് ദ ഇന്റൻഷൻ ആണ്. അതായത് ഓപ്പറേഷൻസിന്റെ ഡിസ്കൗണ്ടിങ് ആണ്. നിയർ ഫ്യൂച്ചേഴ്സിൽ ഓപ്പറേഷന്റെ ഡിസ്കൗണ്ടിങ് ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ എന്തൊക്കെ നീഡ്സ് ആണ് നമ്മുടെ കോൺട്രാക്ച്വൽ ബണ്ടിലിംഗിന് ഉള്ളത് എന്നാണ് പറയുന്നത്. കോൺട്രാക്ച്വൽ ബണ്ടിലിംഗിനുള്ള നീഡ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രൊജക്ട് ഫിനാൻസ് ഡീൽ ചെയ്യുന്നത് നമ്മുടെ സ്ട്രക്ചറിങ് ആണ്. അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ SPV ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ലെൻഡേഴ്സ്, സ്പോൺസേഴ്സ്, പ്രൊവൈഡിങ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് അതർ ഇൻപുട്സ്, എഞ്ചിനീയറിംഗ്സ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോൺട്രാക്ടേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ഓഫ് ടേക്ക് പാർട്ടീസ് ആൻഡ് ദ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്രയും വ്യക്തികൾ ചേർന്നതാണ് എന്ത്? നമ്മുടെ അഗ്രിമെന്റ്സിന്റെ ഒരു സ്ട്രക്ചറിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ പ്രൊജക്ട് ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള അതായത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കാവുന്ന ബെസ്റ്റ് ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ
കോമണാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇതിലും വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി പെട്രോസ്റ്റ പ്രൊജക്ട്സിന്റെ ഭാഗമായിട്ട് കൊക്ക അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സബ്സിഡറി ഓഫ് EI DuPont കമ്പനീനെ സംബന്ധിച്ച് സ്പോൺസർ ഓഫ് പെട്രോസ്റ്റ പ്രൊജക്ട്സിന്റെ ഭാഗമായിട്ട് അവർ അഷ്യൂർ ചെയ്തിട്ടുള്ള ഒരു കേർഡ് ഓയിൽ സപ്ലൈ ഉണ്ട്. 35 വർഷമായിട്ട് ഇതിനെ ഒരൊറ്റ റീഫിനറി ആണ് ഉള്ളത്. അതായത് ഇതിന്റെ ഒരു ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു റിച്ച് ടേം അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഹെവി എക്സ്ട്രാ ഹെവി കേർഡ് ഓയിൽ ആണ്. അതായത് വളരെ ഹെവി ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഹെവി ആയിട്ടുള്ള കേർഡ് ഓയിൽ ആണ് ഇതുവഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതില് അറ്റ്ലീസ്റ്റ് ഒരു $65 ബില്യൺ ഒക്കെയാണ് ഇതിന്റെ ഡെവലപ്പിംഗ് സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഫോറിൻ പാർട്ടിസിപ്പേഷൻ ആണ് മെയിൻ ആയിട്ട് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും പ്രൊജക്ട്സുകൾ ടേക്കപ്പ് ചെയ്യുന്നത് ജോയിന്റ് വെഞ്ചേഴ്സ് വഴിയായിരിക്കും. അതായത് PDVSA മായിട്ടായിരിക്കും എന്ത് വരുന്നത്, ഇവിടെയുള്ള വെഞ്ചേഴ്സ് പ്രൊജക്ട്സുകൾ വരുന്നത്. അതുപോലെയാണ് നമ്മുടെ ഗ്യാസ് ആൻഡ് ഓയിൽസിന്റെ PSU എന്ന് പറയുന്നത്. വെനസ്വേലയിലുള്ള PSU എന്ന് പറയുന്നതും അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ കോൺഫ്ലിക്ട്സ്. ഫ്രീ ക്യാഷ് ഫ്ലോ കോൺഫ്ലിക്റ്റ് കോർപ്പറേറ്റ് ഫിനാൻസിങ്ങിന്റെ ഓരോ പ്രൊജക്ട്സിലും നമ്മളൊരു സെപ്പറേറ്റ് SBU ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി അല്ല. ഇതിലെ എല്ലാ പ്രൊജക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റിൽ കമ്പനി ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈ ബോർഡ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനെ ഡിറ്റർമൈൻ ഹൗ ദ ഫ്രീ ക്യാഷ് ഫ്ലോ വിൽ ബി യൂസ്ഡ് ഇൻ ഡിറ്റർമിനേഷൻ എന്നാണ്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിലും ഡിവിഡൻസ് ആണെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻസ് ആണെങ്കിലും റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഗ്രോത്ത് ആണെങ്കിലും ഡിവേഴ്സിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ഓഫ് ദി കമ്പനി after meeting all operating expenses including tax and nominal capital expenditure and the net profit capital. നമ്മൾ നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത് ടാക്സസ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ്. ആ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ നീഡ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഗ്രോയിങ് കൺസേൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഒരിക്കലും ഇവിടെ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന്റെ വഴി ഒരു രീതിയിൽ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു അൺറിലേറ്റഡ് ഡിവേഴ്സിഫിക്കേഷൻ ആണ് ഗ്രീൻഫീൽഡ് പ്രൊജക്ട്സിന്റെ ഭാഗമായിട്ട് മെർജേഴ്സിന്റെയും അക്വിസിഷൻ വഴിയൊക്കെ നടത്തുന്നത്. ഇതിന്റെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ഡിസ്ട്രോയ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പ്രിക്വിസിറ്റ്സ് ഒക്കെ എൻഷുർ ചെയ്യുക, ലോങ് ടേം ജോബ്സ് കോൺട്രാക്റ്റുകൾ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ജോബ് കോൺട്രാക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ഈ പ്രൊജക്ടിന്റെ ഫിനാൻസ് അല്ലെങ്കിൽ ഓരോ പ്രൊജക്ടിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാനേജ്മെന്റിന്റെ SPV എൻട്രി ചെയ്യുന്നത് ഒരു അഗ്രിമെന്റിലാണ്. അതായത് സ്പോൺസേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ ഇക്വിറ്റി ആസ് ഡിവിഡൻഡ് റിലേറ്റ് ചെയ്തിട്ടാണ് പ്രൊജക്ട് ഫിനാൻസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രീ ക്യാഷ് ഫ്ലോ കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് എഫിഷ്യന്റ് സ്ട്രക്ചറിങ് ഓഫ് ഡെപ്റ്റ് കോൺട്രാക്ട്. എന്താണ് ഡെപ്റ്റ് കോൺട്രാക്ടിന്റെ ഒരു എഫിഷ്യന്റ് സ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത്. എഫിഷ്യന്റ് സ്ട്രക്ചറിങ് ഓഫ് ഡെപ്റ്റ് കോൺട്രാക്ട് ഇതൊരു ഇൻഹെറന്റ് കോൺഫ്ലിക്റ്റ് ആണ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെയും ലെൻഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്ത്, സ്ട്രക്ചറിങ് ഓഫ് ഡെപ്റ്റ് കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് ലെൻഡേഴ്സിനും എന്ത് വരുന്നുണ്ട്, എക്സ്പെൻസസ് ഓഫ് ലെൻഡേഴ്സ്
ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ റിസ്ക് നെഗറ്റീവ് പ്രൊജക്ട്സിനും ഹൈ റിസ്ക്കും അതുപോലെ തന്നെ ലോ റിസ്ക് പോസിറ്റീവ് NPV പ്രൊജക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് വാല്യൂ മിഗ്രേഷന്റെ ഭാഗമായിട്ട് ലെൻഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി പ്രൊജക്ട് ഫിനാൻസിങ് SPV എൻ്റർ ചെയ്യുന്നുള്ള പ്രൊജക്ട് ഫിനാൻസിങ് എന്ന് പറയുന്നത്, SPV എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള പ്രൊജക്ട് ഫിനാൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ ചില കൺവെന്റഡ് റെസ്ട്രിക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കൺവെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് വാട്ടർഫോൾ, ഡിവിഡൻഡ് പോളിസി, ഡെപ്റ്റ് റേഷ്യോ, അതുപോലെ തന്നെ പെർട്ടിക്കുലർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിനിങ്, ഡിവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് എലമെന്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്യാഷ് വാട്ടർഫോൾ എന്ന് പറയുന്നത് നമ്മുടെ എസ്ക്രോ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ റവന്യൂസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ട്രസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ മാനേജ് ചെയ്യുന്നത് ട്രസ്റ്റികളായിരിക്കും. ഇത് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആവും. റിസർവ് ഒരു 3 months ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ അതിന് ശേഷമാണ് ലെൻഡേഴ്സിന് മീറ്റ് ചെയ്യുന്ന ക്ലെയിംസുകളും അതുപോലെ തന്നെ നെക്സ്റ്റ് 6 month്സിലേക്കുള്ള റിസർവുകളും ഡെപ്റ്റ് സർവീസുകളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഒരു റെസിഡൻഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് എന്നുള്ളതാണ്. അതായത് ഇത് അറേഞ്ച് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഒരുപാട് രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ലെൻഡേഴ്സുമായി രീതിയിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകളാണ്. ഇതിന്റെ ഡെപ്റ്റ് റേഷ്യോ കോൺവെന്റ് എന്ന് പറയുന്നത് അഗ്രീഡ് ലെവലിനേക്കാളും നോട്ട് എക്സീഡ് അഗ്രി ലെവലിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. പ്രൊജക്ട് ഫിനാൻസിങ് വെരി ഹൈ ബിഗിനിങ് ആണ് വരുന്നത്. അതായത് 60 to 19% വരെയാണ് ഒരു ഇയറിൽ ഇത് വരുന്നത്. ഇത് ഗ്രാജുവലി ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ലോൺ എന്ന് പറയുന്നത് നമുക്ക് പെയ്ഡ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നമ്മുടെ 0 ഇയേഴ്സിൽ റെഡ്യൂസ് ചെയ്തിട്ട് 12 അല്ലെങ്കിൽ 15 വരെ ആയിട്ട് ഇത് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ടൈമുള്ള എൻ്റയർ ലോൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പെയ്ഡ് അപ്പ് ആയിരിക്കും. ദെൻ ഡിവിഡൻഡ് പോളിസി കോൺവെന്റ് എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ക്യാഷ് ഫ്ലോ ആണ്. ആഫ്റ്റർ മെയിൻറ്റെയിനിങ് സർവീസ് റിസർവേഷനിലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെയും ഡെപ്റ്റ് സർവീസിനെയും പെയ്ഡ് ചെയ്യുന്ന ഒരു സ്പോൺസേഴ്സിന്റെയും ഡിവിഡൻഡിന്റെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോ ആണ് എന്നാണ് പറയുന്നത്. പെർട്ടിക്കുലർ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഡിവിഡൻഡ് പേയ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഡെപ്റ്റ് സർവീസിനെ എക്സീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡിവിഡൻഡ് പേയ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സസ് ക്യാഷ് ഫ്ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഡെപ്റ്റ് റിട്ടയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൺവെൻസ് SPA മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റൽ കൺവെന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ബ്രിങ് ചെയ്യുന്ന, അതായത് സ്പോൺസേഴ്സ് കോൺട്രിബ്യൂഷൻസിൽ വർക്കിംഗ് ക്യാപിറ്റൽ ബ്രിങ് ചെയ്യുന്നതിന്റെ ഒരു പെർട്ടിക്കുലർ ലെവലാണ്. ഇവിടെയുള്ള SPV എന്ന് പറയുന്നത് നോട്ട് ഡിവേഴ്സിഫൈ ആണ്. അതായത് പ്രൊജക്ട് ഫിനാൻസ് ഡീൽ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട്സ് ആണ്. ഇതിന്റെ എൻറ്റിറ്റി എന്ന് പറയുന്നത് എക്സിറ്റ് ആണ്. അതായത് ഇതിന്റെ കൺസെഷൻ പീരീഡ് ഓവർ ആവുന്ന സമയത്താണ് ഇതിന്റെ എൻറ്റിറ്റി വരുന്നത്. ഇനി നമ്മുടെ പെട്രോസിറ്റോ പ്രൊജക്ട്സിനെ സ്ട്രക്ചർ ചെയ്യുന്നത് ഡെപ്റ്റ് കോൺട്രാക്ട് ആണ്. അതായത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് കോൺട്രാക്ട് ആണ്. ഇവിടെ നമ്മൾ BBB ക്രെഡിറ്റ് റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് വെനിസ്ല ഗവൺമെന്റ് ആൻഡ് PDVSA ഭാഗമായിട്ട് ഇവരാണ് ഇതിന്റെ വൺ ഓഫ് ദി സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. ഇവർ നമ്മൾ ഡെപ്റ്റ് റൈസ് ചെയ്യുകയും 200 ബേസിസ് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, B ക്രെഡിറ്റ് റേറ്റിംഗ് എന്ത് ചെയ്യുന്നത്, ലോവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ റെഡ്യൂസിങ് അസിമെട്രിക് ഇൻഫർമേഷൻ ആൻഡ് സിഗ്നലിംഗ് കോസ്റ്റ്. അസിമെട്രിക് ഇൻഫർമേഷൻസും സിഗ്നലിംഗ് കോസ്റ്റും എങ്ങനെയാണ് നമ്മൾ ഇതിൽ റെഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അസിമെട്രിക് റിഗാർഡിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ് ഓഫ് ദി പ്രൊജക്ട്സ്. മാനേജ്മെന്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ പെർഫോമൻസ് ആണ്, പ്രൊജക്ട് ഫ്യൂച്ചർ പെർഫോമൻസ് ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഫെർദർ ഷെയറിംഗ് ഇൻഫർമേഷൻസ് ആണ്. മാർക്കറ്റ് പ്രൊജക്ട്സിന്റെ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇവിടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രൊജക്ട് ഫിനാൻസിങ്ങിലെ SPV എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഡെപ്റ്റ് റൈസ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ സിഗ്നൽ ആണ്, നമ്മുടെ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്ട് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഫിഷ്യന്റ് ക്യാഷ് റിസീവ് ചെയ്യുന്ന ഒരു സർവീസ് ഓഫ്
ഡെപ്റ്റ് ആണ് ടൈംലി മാനറിൽ ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടുത്തെ ഡെപ്റ്റിന്റെ കേസിൽ SPV അഗ്രി ചെയ്യുന്നത് എന്താണ്? കോൺട്രാക്ച്വൽ പേയ്മെന്റ് ആണ്. അതായത് ഇഷ്യൂയിങ് ഡെപ്റ്റ് ഇൻസ്റ്റന്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വിറ്റി ആണ് ഹൈ റിസ്ക് പ്രൊജക്ട്സുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പോസിറ്റീവ് സിഗ്നൽ ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാർക്കറ്റിലും അതുപോലെ തന്നെ അസിൻക്രണ്ടി ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻസിന്റെ ഭാഗമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിമെട്രിക് ഇൻഫർമേഷൻ സിഗ്നൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് പ്രൊജക്ട് ഫിനാൻസും കോർപ്പറേറ്റ് ഫിനാൻസും എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് അവ തമ്മിലുള്ള ഒരു വേർതിരിവ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊജക്ട് ഫിനാൻസും കോർപ്പറേറ്റ് ഫിനാൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് ഓരോന്നിനെയും ക്രൈറ്റീരിയ വഴി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്രൈറ്റീരിയ വഴി എങ്ങനെയാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷൻ ബേസിൽ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻസ് പ്രൊജക്ട് ഫിനാൻസും കോർപ്പറേറ്റ് ഫിനാൻസും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് ബിസിനസ് എന്ന് പറയുന്നത് SBE എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. പക്ഷേ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നും ഇതിനില്ല. ഇവിടെ നമ്മൾ എല്ലാ അസറ്റ്സുകളും ക്യാഷ് ഫ്ലോയും റിപ്പോർട്ട് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൽ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എല്ലാ പ്രൊജക്ടിന്റെയും ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒന്നായിരിക്കും. എന്നാൽ പ്രൊജക്ട് ഫിനാൻസിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈച്ച് പ്രൊജക്ട്സിനും എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഓരോ പ്രൊജക്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പ്രൊജക്ട് സ്പെസിഫൈ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ആൻഡ് അസറ്റ്സിനെ സംബന്ധിച്ചാണ്. അതായത് സെഗ്രിഗേറ്റഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി റിപ്പോർട്ടഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ദെൻ സെക്കൻഡ് വൺ ആണ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ. മോണിറ്ററിംഗും കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ഓവർ ദ പെർഫോമൻസ്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കോർപ്പറേറ്റ് ഫിനാൻസിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുകയും നമ്മുടെ ഓവറോൾ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ പ്രൊജക്ട് ഫിനാൻസിംഗിലെ അഗ്രിമെന്റ്സ് ബിറ്റ്വീൻ SPV ആൻഡ് ദ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗൈഡ് ആൻഡ് റദർ ഡിസിപ്ലിൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ പെർഫോമൻസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇത് ഡിസിപ്ലിനേറ്റ് ചെയ്യുകയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഡെപ്റ്റ് റേഷ്യോ ആണ് പറയുന്നത്. ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് വളരെ ലോ ആണ്. എന്നാൽ നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിനെ സംബന്ധിച്ച് എന്താണ്? വളരെ ഹൈ ആയിട്ടുള്ള ഒന്നാണ്. ഏജൻസി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെപ്റ്റ് റേഷ്യോ ആണ് ഇവിടെ വരുന്നത്. ദെൻ റിസ്ക് ഷെയറിംഗ് എന്ന് പറയുന്നത് ലെൻഡേഴ്സ് ആണ് നമ്മുടെ കോർപ്പറേറ്റ് ഫിനാൻസിംഗിൽ റിസ്ക് ഷെയർ ചെയ്യുന്നത്. ലെൻഡേഴ്സ് ഹാവ് റിസോഴ്സ് ടു ദ സ്പോൺസേഴ്സ് ബാലൻസ് ഷീറ്റ്. ലെൻഡേഴ്സ് ആണ് ഇവിടെ ബാലൻസ് ഷീറ്റിലെ റിസോഴ്സ് സ്പോൺസേഴ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ നല്ല രീതിയിൽ പ്രൊജക്ട് ഫെയിൽ ആവുകയാണെങ്കിലും ഈ ഫെയിൽഡ് പ്രൊജക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനി ബാലൻസ് ഷീറ്റിന്റെ ഒരു ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിംഗിലെ ലെൻഡേഴ്സിന് ഒരു റിസോഴ്സുകളും ഇതിൽ സ്പോൺസേഴ്സ് ബാലൻസ് ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല. സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെൻഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? റിസോഴ്സുകൾ പ്രൊജക്ട്സിലെ അസറ്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ട് ക്യാഷ് ഫ്ലോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലെയിം ചെയ്യുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് ഡെപ്റ്റ് കോൺട്രാക്ട്. ഡെപ്റ്റ് കോൺട്രാക്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെൻഡേഴ്സ് കൺസിഡർ ചെയ്യുന്നത് കമ്പനിയുടെ അസറ്റ്സും അതേപോലെ തന്നെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയും അത് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഫണ്ടാണ് നമ്മുടെ പ്രൊജക്ടിന്റെ, അല്ലെങ്കിൽ അത് പ്രൊജക്ട് റിലേറ്റഡ് അല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിംഗിൽ ലെൻഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൊജക്ട് അസറ്റ്സിന്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ സ്ട്രെങ്ത് എക്സ്പെക്ട് ചെയ്യുകയും അതുവഴി നമ്മുടെ പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി. ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിയാണ് നമ്മുടെ ഫിനാൻസ് ക്വിക്ലി എന്ത് ചെയ്യുന്നത്? റേസ് ചെയ്യുന്നത്. ഇതിന്റെ ഡെപ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫുള്ളി എക്സോസ്റ്റഡ് ആണ്. അതായത് ലാർജ് നമ്പർ ഓഫ് പ്രൊജക്ട്സുകളാണ് ഇതിന്റെ ബാലൻസ് ഷീറ്റിൽ വരുന്നത്. എന്നാൽ ഇത് ഇന്റേണലി ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഫണ്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ന്യൂ പ്രൊജക്ട്സിന്റെ ഒക്കെ ഫണ്ടുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഇന്റേണലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രൊജക്ട് ഫിനാൻസിംഗിലേക്ക് വരികയാണെങ്കിൽ ഫിനാൻസിങ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഹൈ
സ്ട്രക്ചേർഡ് ആണ്. അതായത് ലോട്ട് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹൈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. ഇവിടെ ന്യൂ ഡെപ്റ്റുകൾ ഒന്നും റൈസ് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ ക്ലോഷേഴ്സ് ആയിരിക്കും റീച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഡൻഡിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരിക്കലും നമ്മുടെ ഔട്ട് ബാക്കിൽ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ ലൈഫ് ആണ്. ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫിനാൻസിങ്ങിലാണെങ്കിൽ കമ്പനിയുടെ ഗോയിങ് കൺസേൺ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഓരോ പ്രൊജക്ട്സിന്റെയും ലൈഫ് എന്ന് പറയുന്നത്. SPVയുടെ ഫിനിറ്റ് ലൈഫ് എപ്പോഴാണ്, അതുപോലെ തന്നെ അത് എപ്പോഴാണ് എൻഡിലേക്ക് എത്തുന്നത്, അതിന്റെ കൺസെഷൻ പീരീഡ് ഓവർ ആവുന്നതോടുകൂടി നമ്മുടെ പ്രൊജക്ട് ഫിനാൻസും എന്താവുന്നു, അവസാനിക്കുന്നുണ്ട്. ദെൻ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എത്രത്തോളം ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്, എത്രത്തോളം പെയ്ഡ് ഡിവിഡൻസ് ഉണ്ട്, എത്രത്തോളം റീഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുകയും കൺസിഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പ്രൊജക്ട് ഫിനാൻസിംഗിൽ മാനേജ്മെന്റ് ആണ് SPVയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ചോയ്സസും കൊടുക്കുന്നില്ല, കാരണം MOU ഉള്ളത് കൊണ്ടാണ്. ദെൻ ഇവിടെ നമ്മൾ പേ ചെയ്യുന്നത് ഇക്വിറ്റി ക്യാഷ് ഫ്ലോ ആണ്. ഇക്വിറ്റി ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് പേ ചെയ്യുന്നത്, ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നത് എന്തായിരിക്കും, ഇക്വിറ്റി ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് പേ ചെയ്യുന്നത്, ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പ്രൊജക്ട് ഫിനാൻസിങ് അറേഞ്ച്മെന്റ്സ് എന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്ട് ഫിനാൻസിങ് അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊജക്ട് ഫിനാൻസിങ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റെപ്പുകൾ, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൊജക്ട് ഫീസിബിലിറ്റി, സെക്കൻഡ് വൺ പ്രൊജക്ട് ഫിനാൻസ്, തേർഡ് വൺ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ, ലാസ്റ്റ് വൺ പ്രൊജക്ട് ഇവാലുവേഷൻ. ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ പ്രൊജക്ട് ഫിനാൻസ് അറേഞ്ച്മെന്റ്സ് കടന്നു പോകുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, പ്രൊജക്ട് ഫിനാൻസിന്റെ ഒരു സ്ട്രക്ചർ, ടൈപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു സിംഗിൾ പർപ്പസ് പ്രൊജക്റ്റ് ആണ് കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുകയും അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് പ്രൊജക്ട് സ്പോൺസേഴ്സ് ഓൺ ചെയ്യുന്നതാണ്. ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ് എഗ്രിമെന്റ് വഴിയാണ് എൻട്രി ചെയ്യുന്നത്. ഇവരെ ഗവേണിംഗ് ചെയ്യുന്നത് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ റേറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നോക്കിയിട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഒരു സിന്റനിയസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഫിനാൻസിന്റെ ക്രെഡിറ്റ് അഗ്രിമെന്റിൽ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബാങ്ക് ആണ് ഇതിനാവശ്യമായിട്ടുള്ള പ്രൊജക്ട് ആഫ്റ്റർ കംപ്ലീഷൻ ആവശ്യമായിട്ടുള്ള പ്രൊസീഡ്സ് പെയ്ഡ് ഔട്ട് ഒക്കെ ചെയ്യുന്നത്. ഇതിന്റെ സെവറൽ ക്ലാസസ്, ലെൻഡിങ് ബാങ്ക്സിന്റെ ഒരുപാട് സെവറൽ ക്ലാസസ് വരുന്നുണ്ട്. ഫോറിൻ ബാങ്ക്, ലോക്കൽ ബാങ്ക്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഏജൻസീസ്, ഇന്റർനാഷണൽ ഏജൻസീസ്, വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. ദെൻ ബാലൻസ് ഓഫ് ഫിനാൻസ് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പോൺസേഴ്സ് ആണ്. നമ്മുടെ ഇക്വിറ്റി സബ്സ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഇതെല്ലാം രണ്ടും കൂടിയിട്ടുള്ള ബാലൻസ് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് ആയിരിക്കും. ദെൻ നമ്മുടെ പ്രൊജക്ട് സ്പോൺസേഴ്സിന് എപ്പോഴും ലോൺ എന്താണ്, ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ഗ്യാരണ്ടീഡിലോ ഹൈ റിസ്ക് പ്രീ കംപ്ലീഷൻ പീരീഡിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു മേജർ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് പ്രൊജക്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മെച്യൂരിറ്റി ബേസിലാണ് പ്രൊജക്ട്സിനെ നമ്മൾ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നിങ്ങനെ കാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊജക്ട്സുകൾ ഫിനാൻസ് ചെയ്യുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ ബോൺസ്, ലോൺസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഫേംസ് ഓൾസോ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നതും ഇന്റേണലി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ നോക്കിയിട്ടാണ്, അതായത് റിസർവിനെയും സർപ്ലസിനെയും നോക്കിയിട്ടാണ്. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സപ്ലയേഴ്സ് ക്രെഡിറ്റ്, ഫോറിൻ കറൻസി ഫണ്ട്സ് ആൻഡ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രോജക്റ്റ് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ലീസ് ഫിനാൻസിങ്ങിന്റെയും വെഞ്ചർ ക്യാപിറ്റലിന്റെയും വഴിയാണ്. ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രൊജക്ട് ഫിനാൻസിനെ ഇന്ത്യൻ ലെവലിൽ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. IDBI, എക്സിം ബാങ്ക്, നബാർഡ്, UTI, LIC, ICICI, HUDCO, STCI, REDA, DFHI തുടങ്ങിയിട്ടുള്ള ബാങ്കുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നവരാണ്.
Then risk identification, assessment and mitigation in project financing deal structure. എന്താണ് നമ്മുടെ റിസ്ക് ഐഡന്റിഫിക്കേഷൻ? ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊജക്ട് ഫിനാൻഷ്യൽ ഡീൽ സ്ട്രക്ചേഴ്സിന്റെ മിറ്റിഗേഷൻസും അതിന്റെ അസസ്മെന്റ് ഐഡന്റിഫിക്കേഷനും ആണ് പറയുന്നത്. നമ്മുടെ ലെൻഡേഴ്സ് ആണ് വേരിയസ് റിസ്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. പ്രൊജക്ട്സിന്റെ വേരിയസ് റിസ്കുകൾ ക്വാളിറ്റി മെഷേഴ്സ് ചെയ്തിട്ടും അതുപോലെ തന്നെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു കൊളാട്രൽ ഓഫേഴ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രൊജക്ട് ഫണ്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ പ്രൊജക്ട് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. റിസ്ക് ഐഡന്റിഫിക്കേഷൻ അതുപോലെ തന്നെ അസസ്മെന്റ്, മിറ്റിഗേഷൻ എന്ന് തുടങ്ങിയിട്ടുള്ളവയാണ് ഇതിന്റെ എസെൻഷ്യൽസ് ആയിട്ട് വരുന്നത്. പ്രൊജക്ട് നമുക്ക് ഒരിക്കലും പ്രയർലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് റെക്കോർഡ് അല്ല. ഇതിൽ റിസ്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ബിസിനസ് റിസ്ക്കും അതുപോലെ തന്നെ ഫിനാൻസ് റിസ്ക്കും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കംപ്ലീഷൻ റിസ്ക്. കംപ്ലീഷൻ റിസ്ക് എന്ന് പറയുന്നത് പ്രൊജക്ട് കംപ്ലീറ്റഡ് ആവില്ലേ വിത്തിൻ ടൈമില്, നമ്മൾ പറഞ്ഞിട്ടുള്ള കോസ്റ്റിനുള്ളിൽ അത് ഫ്രെയിംവർക്ക് കംപ്ലീറ്റ് ആവില്ലേ എന്നുള്ളതാണ്. ഇത് ടേൺ ഔട്ട് ചെയ്യുന്നത് ടെക്നിക്കലി നോട്ട് ഫീസിബിൾ ആൻഡ് എൻവിറോൺമെന്റൽ അൺഫ്രണ്ട്ലി ആയിരിക്കും. ഇതിന്റെ ലെൻഡേഴ്സ് ആണ് മോസ്റ്റ് സഫേഴ്സ് ആയിട്ട് വരുന്നത്. പ്രൊജക്ട്സ് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സിന്റെ SPV ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. SPV എൻട്രി ചെയ്യുമ്പോൾ ഫിക്സഡ് പ്രൈസ് അറേഞ്ച്മെന്റ്സ് ആണ് ഈ PV കോൺട്രാക്ട്സിന്റെ മിറ്റിഗേഷൻ കംപ്ലീഷൻ റിസ്ക് ആയിട്ട് വരിക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ അഗ്രിമെന്റ് ബോണസ് ക്ലോസ് അതുപോലെ തന്നെ അതിന്റെ കംപ്ലീഷൻ ഏർലിയും പെനാൽറ്റി ക്ലോസും ഒക്കെ എന്ത് ചെയ്യും, ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ടോട്ടലി ഇത് എന്ത് ചെയ്യും, ഗ്യാരണ്ടി ഒക്കെ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ എന്താവും, എഫക്ട് ചെയ്യുകയും സ്പോൺസേഴ്സിന്റെ ബാലൻസ് ഷീറ്റ്, പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം, കോസ്റ്റ് തുടങ്ങിയൊക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫ്രെയിംവർക്ക് ചെയ്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടെക്നോളജിക്കൽ റിസ്ക്. ഒരു പ്രൊജക്ട് യൂസ് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അൺടച്ച്ഡ് ടെക്നോളജി ലീഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ആൻഡ് ടൈം ഓവർറൺ ചെയ്യുന്ന ഒന്നാണ്. ഇതിന്റെ ഒരു പ്രപ്പോസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി വഴിയാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫാസ്റ്റ് ഇവോൾവിംഗ് ആണ്. അതായത് പ്രൊജക്ട്സ് മീറ്റ് ചെയ്യുന്നത് ഡിസൈഡ് ക്വാളിറ്റി സ്പെസിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ്. പ്രൊജക്റ്റഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ലെവൽസ് റിലേറ്റ് ചെയ്തിട്ടാണ്. കൺസൾട്ടന്റ് റിപ്പോർട്ട്സ് ആണ് ടെക്നോളജി റിസ്ക് അല്ലെങ്കിൽ സ്പോൺസേഴ്സ് പാസ് ട്രാക്ക് റെക്കോർഡ് യൂസ് ചെയ്തിട്ട് ടെക്നോളജി അല്ലെങ്കിൽ അതിന്റെ കംപ്ലീഷൻ ഗ്യാരണ്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കംഫർട്ട് ലെവലിൽ ലെൻഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടെക്നോളജിക്കലി വരുന്ന റിസ്കുകളും നല്ല രീതിയിൽ തന്നെ ഇതിനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ റോ മെറ്റീരിയൽ സപ്ലൈ റിസ്ക്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, മെറ്റീരിയൽ പാർട്ട്, സപ്ലൈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് പ്രൊജക്ട് സക്സസിന് വേണ്ടിയിട്ട് അവൈലബിലിറ്റി, നമ്മുടെ റിസോഴ്സുകൾ കൃത്യമായ ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആവണം. ഈ റിസോഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെ പ്രൊജക്ട്സിന്റെ ലൈഫ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി റിസോഴ്സസ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് സ്മൂത്ത് ഓപ്പറേഷൻ നടക്കില്ല. ടെക്നോളജിയിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിൽ എല്ലാ മെറ്റീരിയൽസും ലഭിക്കുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള അവൈലബിലിറ്റിയും ക്വാളിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു കംഫർട്ട് ലെവലിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് റിസ്ക്. മാനേജ്മെന്റിന്റെ SPV സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതും പ്ലാൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതുമാണ്. അതായത് ഇമ്പോർട്ടൻസ് പ്രൊജക്ട്സിന്റെ സക്സസ്ഫുള്ളിനനുസരിച്ച്. ഈ പേർപ്പസിന് വേണ്ടിയിട്ട് SPVയിൽ നമ്മൾ അഗ്രിമെന്റിൽ എൻറ്റർ ചെയ്യുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഒരു മിനിമം ലെവലിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഫിക്സഡ് ഫ്രീ വേരിയബിൾസിന് അല്ലെങ്കിൽ ഫ്രീ ലിങ്ക്സ് വഴി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ഓപ്പറേഷനും മെയിൻറ്റെയിനിങ്ങും നല്ല രീതിയിലുള്ള ഓപ്പറേഷനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തും പോകണം. അവിടെ എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് വരാം, റിസ്ക്സ് വരാനുള്ള സാധ്യതയുണ്ട്. ദ നെക്സ്റ്റ് വൺ ആണ് എക്കണോമിക് റിസ്ക്. മാർക്കറ്റ് ഡിമാൻഡ്, പ്രൊജക്ട് ഔട്ട്പുട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് റിലേറ്റ് ചെയ്തിട്ടാണ് എക്കണോമിക് റിസ്ക് വരുന്നത്.
നമ്മുടെ പ്രൊജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു സഫിഷ്യന്റ് സർവീസ് ഓഫ് ഡെപ്റ്റ് ആവും. അത് നല്ല രീതിയിൽ നമുക്ക് അഡ്വക്കേറ്റ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ സ്പോൺസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. എന്നാൽ മാത്രമാണ് വെരി കോമ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പ്രൈസ് മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊജക്ട് മാർജിൻസ് ഒക്കെ നല്ല ലോ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാനും ഹ്യൂജ് ഡെപ്റ്റ് വഴി സസ്റ്റെയിൻ ചെയ്യാനും പറ്റും. ഓഫ് ടേക്ക് എഗ്രിമെന്റിലെ ഒരു കൺസ്യൂമർ ഓവർ ദി ലൈഫ് പ്രൊജക്ട്സ് ആണ് എൻ്റെ ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഓപ്പറേഷൻസിനും മെയിൻ്റനൻസ് അഗ്രിമെന്റ്സിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ റിസ്ക്. ഇത് വെരി ഹൈ ഡെപ്റ്റ് റേഷ്യോ കേസിൽ പ്രൊജക്ട് ഫിനാൻസിംഗിൽ വരുന്നതാണ്. ഡെപ്റ്റിന്റെ ഫ്ലോട്ടിംഗ് റേറ്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ റിസ്ക് വരിക. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് തുടങ്ങിയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇവിടെ SBVയുടെ ഇൻട്രസ്റ്റ് റിസ്ക് ഹെഡ്ജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ് കോൺട്രാക്ടർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എഗ്രിമെന്റ് എൻട്രി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കറൻസി റിസ്ക്. കറൻസി റിസ്ക് അറൈസ് ചെയ്യുന്നത് പ്രൊജക്ട് കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ ഫ്ലോന്റെ ഡിഫറെന്റ് കറൻസി ക്യാഷ് ഫ്ലോ റിലേറ്റ് ചെയ്തിട്ടാണ്. റവന്യൂ ഫ്ലോസ് എന്ന് പറയുന്നത് ഹോം കറൻസി റിലേറ്റഡ് ആണ്. ചില സിറ്റുവേഷൻസിൽ ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്താവാം ചേഞ്ച് ആവാനും പ്രൊജക്ട് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അതുപോലെ തന്നെ നമ്മുടെ സർവീസിന്റെയും ഡെപ്റ്റിന്റെ ഒക്കെ അവൈലബിലിറ്റി ഒക്കെ മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ SPVയിൽ എന്ത് വരും, ഹെഡ്ജ് കറൻസി റിസ്കിന്റെ ഓപ്ഷൻസിൽ കറൻസി ഫോർവേഡിലെ ഫ്യൂച്ചർ അഗ്രിമെന്റ്സിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ദെൻ പൊളിറ്റിക്കൽ റിസ്ക്, ഡെമോക്രാറ്റിക് എൻവിറോൺമെന്റ്, ഇതൊക്കെ നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്നതാണ് കേട്ടോ. റിസ്കുകളൊക്കെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പ്രഷേഴ്സ് MNCs പ്രൊജക്ട് അസറ്റ്സിനൊക്കെ വരാം. ഡയറക്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഡിവേർഷൻ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് റേറ്റ് റോയൽറ്റി റേറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള എഫക്റ്റുകൾ ക്യാഷ് ഫ്ലോന്റെയോ റിട്ടേൺസിന്റെയോ ലെൻഡേഴ്സ് റിട്ടേൺസിന്റെയോ സ്പോൺസേഴ്സ് റിട്ടേണിന്റെ ഒക്കെ ഫുൾ എക്സ്പ്ലോഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് 1917 ഇന്ന് നമ്മുടെ ഗ്ലോബലൈസേഷന് ഫുൾ എക്സ്പ്ലോഷൻ റേറ്റ് എന്ന് റയർ ആണ്, ബട്ട് ക്രീപ്പിംഗ് എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. SPV ഇൻവോൾവ് ചെയ്യുന്നത് ഒരു ഡൊമസ്റ്റിക് ഗവൺമെന്റിന്റെ സ്പോൺസേഴ്സ് ആണ്. അതായത് ലോങ് ടേം എഗ്രിമെന്റിന്റെ റോയാലിറ്റി റേറ്റ്സ് ഒക്കെയാണ് വരിക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടാക്സ് ലോ എന്ന് പറയുന്നത് കൺസേൺ ചെയ്യാനും ലെസ് സ്റ്റേബിൾ ആയിട്ട് മോസ്റ്റ് ഓഫ് എനർജിങ് എക്കണോമിയിൽ കൺസിഡർ ചെയ്യാനും സാധിക്കും. ദ നെക്സ്റ്റ് വൺ ആണ് എൻവിറോൺമെന്റൽ റിസ്ക്. എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റുകളും നമ്മൾ പ്രൊജക്ടിന്റെ കംപ്ലീഷനെ എഫക്ട് ചെയ്യാം. എക്സ്പെൻസീവ് പ്രൊജക്ട്സ് ആക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പൊ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് എൻവിറോൺമെന്റൽ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ റേഡിയസ് കോൺട്രാവെൻഷൻ ചോയ്സുകളൊക്കെ ആയിരുന്നു. ഗോവ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് SPVs അതുപോലെ തന്നെ ഒരുപാട് ഇന്റഗ്രേഷൻ ആർഗ്യൂസ്, എൻവിറോൺമെന്റൽ അസസ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്, എൻവിറോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഫോഴ്സ് മെജേഴ്സ് റിസ്ക്. ഫോഴ്സ് മെജോർ ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് കൺട്രോൾ ആണ്. അതായത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നോൺ പൊളിറ്റിക്കൽ ആക്ട് പ്രകാരം ഇവന്റ്സ് ആണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഇവന്റ്സ് അതായത് വാർ സ്ട്രൈക്ക് ലോക്കൌട്ട്സ് ടെററിസം തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് അതുപോലെ തന്നെ ഗോഡ് വഴി വരുന്ന എർത്ത് ഫ്ലഡ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ റിസ്ക് അല്ലെങ്കിൽ ലോസ് ഒക്കെ സഫർ ചെയ്യാനുള്ള ചാൻസസ് കൂട്ടും എന്നാണ് പറയുന്നത്. ഇതാണ് 10 ടൈപ്പ് ഓഫ് റിസ്കുകൾ വരുന്നത്. ഇത് നമ്മുടെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് പറയുന്ന ടോപ്പിക് ആണ്. അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതിലൊരു ചാർട്ടാണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നത്. ദെൻ അതിൽ ഓരോ എലിമെന്റുകൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇതിനാണ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.